أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين اللهم اغفر لنا ورحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشرائعه ولواشيه لجميع علماء الدين اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് മഹാനായ ഷെയ്ഖുന താജുൽ ഉലമ നവ്വറല്ലാഹു മർഖദഹു അവരുടെ 40ന്റെ ദിവസമാണ്. എട്ടിക്കുളത്ത് നിന്ന് വളരെ പ്രധാനപ്പെട്ട പരിപാടി ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ ലൈവ് എത്തുന്നത് വരെ 4 മണിക്ക് എന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിലും സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ 5 മണി വരെ ആവാറുണ്ട് തുടങ്ങാൻ. അപ്പൊ കുറച്ചു സമയം നമുക്ക് ആ ഫത്ഹുൽ മുഈൻ ഓതാമല്ലോ എന്ന് കരുതിയതാ. ആരാണ് ലൈവ് കൊടുക്കുന്നത്? നമ്മളെ ഷമീമാണോ, അതല്ല പുളിക്കലാണോ, അതുമല്ലെങ്കിൽ ആരാണ് നടന്നില്ല. ആരായാലും ആ ലൈവ് കൊടുക്കുന്ന ആളുകള് അബൂ ഷാഫിയാൻ, ഓക്കെ, അബൂ ഷാഫി ആണെങ്കിൽ അബൂ ഷാഫി എത്തി കൈ ഉയർത്തിയാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ലൈവിന് വിട്ടുകൊടുക്കാം. എന്താ കല്ലാച്ചി ഉസ്താദ് KKM കല്ലാച്ചി ഉസ്താദ് കൈവക്കീന്ന് എന്താണ്ടാ? കല്ലാച്ചി ഉസ്താദിന് മൈക്ക് വേണം, എന്തോ പറയാണ്ടേണ്ടാ? ഉണ്ടെങ്കിൽ മൈക്ക് വിട്ടുതരാം, ബസ് അടിച്ചാ മതി. ഇല്ലേ, അല്ല അങ്ങനെയല്ല, എന്തെങ്കിലും എമർജൻസി വിഷയങ്ങൾ പറയാനുണ്ടെങ്കിൽ ആയിരിക്കുമല്ലോ കൈപൊക്കി. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊക്കി ഉണ്ടാവും, എസ് അടിച്ചാൽ ഞാൻ മൈക്ക് വിട്ടുതരാം. കുറച്ചു സമയം അവിടത്തെ പ്രാരംഭം മുതൽ സ്വാഗതം തുടങ്ങി പ്രാരംഭ ദുആ കഴിഞ്ഞ് വിഷയത്തിലേക്ക് കടക്കാൻ തുടങ്ങുമ്പോ നമുക്ക് ഇൻഷാ അല്ലാഹ് പരിപാടിയിലേക്ക് പോകാം, ദർസ് നിർത്തിവെക്കാം. അതുവരെ കുറച്ചു സമയം ഫത്ഹുൽ മുഈൻ ഓതാം ഇൻഷാ അല്ലാഹ്. നജസിനെ സംബന്ധിച്ചാണ് പറഞ്ഞു വരുന്നത്. നജസിന്റെ കൂട്ടത്തിൽ ഓരോ ഇനങ്ങൾ പറയുമ്പോ അതിനൊക്കെ കാഫിട്ട് അത്ഫ് ചെയ്യാം. അതുപോലെ തന്നെ വക്ക മുസ്കിരിൻ, അവിടെ നിന്നാണ് ഇനി നമുക്ക് ഓതാനുള്ളത്. എവിടെ കിസിരിയെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. വക്ക മുസ്കിരിൻ, ലഹരി പദാർത്ഥങ്ങളെ പോലെയും. ലഹരി പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഐ സ്വാലിഹിൽ ഇസ്കാർ, മസ്താകാൻ പറ്റുന്നത്. മിൻ ശൈലിഹിൽ ഇസ്കാറൂൻ, ആ വസ്തു അതിന്റെ സ്വഭാവം ലഹരിയാണ്. അപ്പൊ ലഹരി സ്വഭാവമുള്ള വസ്തു എന്ന് പറഞ്ഞാൽ ഫദഖലത്ത്. സ്വാലിഹിൽ ഇസ്കാർ എന്ന തഫ്സീർ കൊടുത്തപ്പോൾ ഉൾപ്പെട്ടു അൽ ഖുത്രത്തു മിനൽ മുസ്കിരി, ലഹരി പദാർത്ഥങ്ങളിൽ നിന്നുള്ള ഒരു തുള്ളിയാണെങ്കിലും പെട്ടു. അപ്പൊ എന്താ ചോദിക്കാൻ? മുസ്കിർ എന്ന് പറഞ്ഞാൽ ലഹരിയും മസ്താക്കുന്ന വസ്തു എന്നാണല്ലോ. ഒരു തുള്ളിയൊക്കെ കുടിച്ചപ്പോ മസ്താവുമോ? ഇല്ല. എന്നാൽ അത് നജ്സല്ലാന്ന് വരുവോ? ഇല്ല. അത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതായത് ആ വസ്തുവിന്റെ സ്വഭാവം സ്വാലിഹുൽ ഇസ്കാറാണ്, അഥവാ ലഹരി ബാധിക്കാൻ അല്ലെങ്കിൽ മസ്താവാൻ സ്വഭാവമുള്ള മിൻഷനിഹിയൽ ഇസ്കാർ എന്ന് വന്നു. അപ്പൊ ഒരു തുള്ളി കള്ളാണെങ്കിലും അത് നജസാണ്. ഇപ്പൊ മരം, മൂത്രം ഒക്കെ പോലെയുള്ള ഒരു കഠിനമായ നജസാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ. അതാണ് നമ്മുടെ പാവപ്പെട്ട ചില ചെറുപ്പക്കാര്, ചില വ്യക്തികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഒരു പരീക്ഷണം, അത് ഒരു പാനീയം എന്ന നിലക്ക് കുടിക്കുന്നു. അല്ലാഹു തആല നമ്മുടെ സമുദായത്തെ ആ വലിയ ഷർറിൽ നിന്നിട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ.
തീനത്തുൽ ഹബാലിൽ നിന്നിട്ട് കുടിപ്പിക്കും. തൗബ ചെയ്യാതെ, കള്ളു കുടിച്ച് തൗബ ചെയ്യാതെ മരിക്കാനിട വന്നാൽ തീനത്തുൽ ഹബാലി എന്ന് പറയുന്ന നരകക്കാരുടെ ചീഞ്ഞൊലിച്ചു വന്ന പഴുപ്പും ചലവും കൂടിയ ആ മട്ട് പോലെയുള്ള അതിൽ നിന്നിട്ട് കുടിപ്പിക്കും എന്ന് അല്ലാഹുതആല പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുതആല നമ്മുടെ എല്ലാവരെയും, നമ്മുടെ മക്കൾ കുട്ടികളെയൊക്കെ അത്തരം ഷറുകളിൽ നിന്ന് കാക്കുമാറാകട്ടെ. അപ്പോ കുറെ കുടിച്ച് ലഹരി ആയിക്കോളുന്നില്ല. ലഹരി സ്വഭാവമുള്ള വസ്തു, ആ വസ്തുവിന് രണ്ട് ജാതിയുണ്ട്. എങ്ങനത്തെ ലഹരി വസ്തു? മാഇൻ, ദ്രാവക രൂപത്തിലുള്ള നീരായ ലഹരി വസ്തു എന്നാണ്. നീരായ ലഹരി വസ്തുവാണ് നജസ്. ഹറാമ് എല്ലാം ഹറാം തന്നെ. പക്ഷേ നീരായതാവുമ്പം അത് ഹറാമിന്റെ പുറമെ എന്തുകൂടി വരും? നജസാണ് എന്നുകൂടി വരും. അതേസമയത്ത് നീരായതല്ലാത്ത ഖരരൂപത്തിലുള്ളതാണെങ്കിലോ, ഖരരൂപത്തിലുള്ളതാണെങ്കിലും ഹറാമ് തന്നെ. കഴിക്കൽ ഹറാമാണ്, കുറ്റകരമാണ്. പക്ഷേ അത് നജസല്ല. ഞാൻ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഹംദിൻ, ഈ നീരായ ലഹരി പദാർത്ഥം എന്ന് പറഞ്ഞതുപോലെ മുന്തിരിക്കള്ളു പോലെ. ഹംറ് എന്നതിന്റെ നേരെ പരിഭാഷ, ഭാഷാർത്ഥം പറയുമ്പോ വഹിയ, ഈ ഹംറ് എന്ന് പറയുന്നത് അൽ മുത്തഹദത്തു മിനൽ ഇനബി, മുന്തിരിയാൽ ഉണ്ടാക്കപ്പെടുന്നതാണ്. മുന്തിരി സംസ്കരിച്ച് അതിനെ ജ്യൂസാക്കി ആ ജ്യൂസ് പിന്നെ കേടുവന്ന് കള്ളായിത്തീരുന്നതാണ് ഹംറ് എന്ന്. എവിടെ? ശരീഅത്തിലല്ല, ശറഇൽ. ലഹരി ഉള്ള എല്ലാ പാനീയങ്ങൾക്കും ഹംറ് എന്ന് പറയും. ഇത് പറയുന്ന ലോത്തിലാ. ലോത്ത് അർത്ഥം വെച്ചാൽ ഹംറ് എന്ന് പറഞ്ഞാൽ മുന്തിരി കൊണ്ടുണ്ടാക്കുന്നത്. വനബീദിൻ ഹംദിൻ എന്ന് അറിയുന്നത് ഹംറ് പോലെ, നബീദ് പോലെ മറ്റെല്ലാ കള്ളും. അത് തെങ്ങും കള്ളായാലും വേണ്ടില്ല, അതുപോലെ പനങ്കള്ളായാലും വേണ്ടില്ല, അല്ലാതെ നാട്ടിൽ കാച്ചുണ്ടാക്കുന്ന മാക്രാട്ടി ആയാലും വേണ്ടില്ല. അതൊക്കെ ഈ പറഞ്ഞ രണ്ടാമത്തെ പട്ടികയിൽ, നബീദ് എന്ന് പറഞ്ഞ പട്ടികയിൽ പെടും. അതെന്താവോ? നബീദ് എന്ന് പറയുന്നത് അൽ മുത്തഹദത്തു മിൻ ഗൈരിഹി, മുന്തിരി അല്ലാത്ത ഏത് വസ്തുവിനാൽ ഉണ്ടാക്കപ്പെട്ടതായാലും അതൊക്കെ എന്ത് തന്നെയാണ്? നബീദ് എന്ന് പറയുന്ന പട്ടികയിലാണ് പെടുക. എവിടെ? ലോത്തിൽ. അതായത് ഷറയിലോ? ഷറയിൽ അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം. കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു ഖംറിൻ ഹറാം എന്ന് പറഞ്ഞിട്ട് ഹദീസിലുണ്ട്. ലഹരി ഉണ്ടാക്കുന്ന എല്ലാ പാനീയങ്ങളും ഖംറ്, അല്ലാഹു തആല ഇന്നമൽ ഖംറു വൽ മൈസുറു എന്ന ആയത്തിൽ പറഞ്ഞ ഖംറിന്റെ പരിധിയിൽ വരും. വകുല്ലു ഖംറിൻ ഹറാം, ലഹരി പദാർത്ഥങ്ങളാവുന്ന എല്ലാ മദ്യങ്ങളും ഹറാമാവുന്നു എന്ന്. അപ്പൊ അത് ലോത്തുമാനെയാണ് ഇപ്പൊ പറഞ്ഞത്. ഖംറ് എന്ന് പറഞ്ഞാൽ മുന്തിരി കള്ളുന്നു, നബീദ് എന്ന് പറഞ്ഞാൽ മുന്തിരി അല്ലാത്ത വസ്തുക്കളിൽ നിന്നിട്ടുണ്ടാക്കിയ കള്ളും എന്ന വേർതിരിവ് ഭാഷാർത്ഥത്തിലാണ്, ലോത്തൻ ആണ്. അതേസമയത്ത് ഷറഅൻ രണ്ടും എന്തെന്നെയാണ്? മുസ്കിറാവുന്ന പാനീയങ്ങളൊക്കെ ഖംറ് എന്ന് പറയുന്ന പരിധിയിൽപ്പെടും. അപ്പൊ അല്ലാഹു തആല ഇന്നമൽ ഖംറു വൽ മൈസുറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ എന്ന ഫജ്തനിബൂഹു എന്ന് പറയുന്ന കള്ള് നിരോധിച്ചുകൊണ്ടുള്ള ആയത്തിൽ എല്ലാ തരത്തിലുള്ള രാജ്യപാരീയങ്ങളും നസ്സൽ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഖിയാസിന്റെ ആവശ്യമില്ല എന്നർത്ഥം ഷറഇന്റെ വായന നോക്കുമ്പോ. ഇപ്പോ നജസന്യ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞത് ദ്രാവക രൂപത്തിൽ അഥവാ നീരായിട്ടുള്ള ലഹരി വസ്തുക്കളെ പറ്റിയാണല്ലോ നമ്മൾ നജസ് എന്ന് പറഞ്ഞത്. വഖറജ ബിൽ മായി, ദ്രാവക രൂപത്തിലുള്ളത് എന്ന് പറഞ്ഞതുകൊണ്ട് പുറപ്പെടുന്നു. നഹ്വുൽ ബഞ്ചി, ഉമ്മത്തും കായ പോലുള്ളത്. ഉമ്മത്തും കായ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇനിയിപ്പോ എന്തായാലും പറയാ, കീശിരി എനിക്കറിയില്ല. നമ്മളെ നാട്ടിലൊക്കെ ഉമ്മത്തും കായ എന്നാ പറയാ, കീശിരിക്കാരൊക്കെ. ഞാൻ അതോട്ട് കൂടി നമ്മളെ ആലൂർ രാജ്യന്റെ കാസർകോട്ടുകാര്, അതുപോലെ തന്നെ നമ്മളെ തിരുവനന്തപുരത്തുകാര്, നമ്മളെ കാക്കോട്ട് നാട്ടുകാരൊക്കെ എന്താ പറയലെന്ന് ഓൽക്ക് തന്നെ തിരിയുള്ളൂ. ഇനി വാടാനപ്പള്ളി ഉസ്താദ് തൃശ്ശൂർ ജില്ലയിലൊക്കെ ആ ഭാഗത്ത് ഇനി എങ്ങനെ പറയില്ല, അതും നമുക്കറിയില്ല. ചുരുക്കത്തില് ഒരു ചെടിയാണത്, ചെറിയ ചെടി. ഈ കണ്ണൂർക്കാരെന്താ പറയില്ല, അത് ഓരോട് തന്നെ ചോദിച്ചു നോക്കണം. നമ്മളെ സഫ്വാന്റെ ഉസ്താനോട് ചോദിച്ചു നോക്കിയാലേ. അല്ലെങ്കിൽ ഇനി നമ്മളെ ചുഴലി ഉസ്താദ് ഉണ്ട്, സാധനം ഉമ്മത്തും കായ എന്നാണ് നമ്മൾ ഈശ്വരിക്കാര് പറയാം.
മലപ്പുറത്ത് വരെ. ഉമ്മത്തുംകായ എന്ന് പറയുന്നത് ഒരു വെളുത്ത കാളം പോലത്തെ വെളുത്ത പൂവുണ്ടാകുന്ന അല്പം വലിപ്പമുള്ള ഇലയുള്ള ഒരു ചെടിയാണ്. അതിന്റെ കായ ഉരുണ്ടിട്ടായിരിക്കും നിറച്ച് മുള്ളുണ്ടാവും. ഈ കായം വരെ മുള്ളുണ്ടാവും. ഈ ഉമ്മത്തുംകായ കടുത്ത മയക്കുമരുന്ന ഈ ആനമയക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതായത് വാറ്റുചാരായം ഉണ്ടാക്കുമ്പോൾ അതിന് കഠിനമായ മസ്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ കായ ഉപയോഗിക്കാറുണ്ട്. കുട്ടികൾ അറിയാതെ ചിലപ്പോൾ കളിക്കുമ്പോ ഇതിന്റെ കായ പറിച്ച് കഴിച്ചു പോയാൽ കുട്ടികൾക്ക് ആകെ ഭ്രാന്ത് പിടിക്കും. അപ്പൊ ആളുകളൊക്കെ വേറെ ശൈത്താൻ കൂടിയതാണ്, ജിന്നു കൂടിയതാണ്, ബാധയേറ്റതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബേജാറാവും. അതാണ് ഈ ഉമ്മത്തുംകായ എന്ന് പറയുന്നത്. അത് സാധനം നജസല്ല. കാരണം എന്താ? അത് ഖരരൂപത്തിലുള്ളതാ. എന്തല്ല? ഇതല്ല, ഈ മായിയായിട്ട് ഉള്ളതല്ല. എന്നാൽ നജസ് ഉപയോഗിക്കൽ ഹറാമാണ്. കാരണം അത് ലഹരി ഉണ്ടാക്കുന്ന വസ്തുവാണ്, മയക്കുമരുന്നാണ്. എന്നാൽ നജസല്ല, ത്വാഹിറാണ്. ഇപ്പൊ ഉദാഹരണം, അങ്ങനത്തെ ഒരു ഉമ്മത്തുംകായ അത് ഈ ശ്വാസം മുട്ടാറ് ആസ്തമ രോഗികൾക്ക് ഇതിന്റെ പൂവ് ഉണക്കി പൊടിച്ചിട്ട് ഈ ഇലയിലോ കടലാസിലോ ഒക്കെ ചുരുട്ടിയിട്ട് വലിക്കലുണ്ട്. ഈ ആസ്തമന്റെ രോഗത്തിൽ ശ്വാസം മുട്ടിന് കുറെ ആശ്വാസം കിട്ടും. അങ്ങനെ ഒരു മരുന്നായി ഉപയോഗിക്കുന്ന വസ്തുവാണ്. അതുപോലെ തന്നെ ചിലതരം കഷായങ്ങളിൽ ഇതിന്റെ വേര്, ഇതിന്റെ കായ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. മരുന്ന് ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാ. പക്ഷേ അത് സ്വന്തം ഉപയോഗിക്കുക അല്ലെങ്കിൽ അതുകൊണ്ട് മദ്യം നിർമ്മിക്കുകയൊക്കെ ചെയ്താൽ കടുത്ത ലഹരിയുള്ളതാ. വൽ ഹശീഷ് എന്ന് പറഞ്ഞാൽ കഞ്ചാവ്. കഞ്ചാവ് മയക്കുമരുന്നാണല്ലോ. അത് ഉപയോഗിക്കൽ ഹറാമാണ്, കുറ്റകരമാണ്. പക്ഷേ സാധനം നജസല്ല. കാരണം എന്താ? അതേ സമയത്ത് ഇത് എപ്പം നജസല്ല? ഈ ഉമ്മത്തുംകായ കായായിക്കൊണ്ടിരിക്കുമ്പോൾ നജസല്ല. കഞ്ചാവ് ആ ഇല പൊടിയൊക്കെ ആവുമ്പോൾ നജസല്ല. പക്ഷേ അത് ഉപയോഗിച്ചുകൊണ്ടൊരു മദ്യം വാറ്റിയെടുത്താലോ അത് നജസ് തന്നെയാണ്. ഇവിടെ പ്രശ്നം. അപ്പൊ ഈ നജസ് എന്ന് പറയുന്ന ഹുക്കുമ് എപ്പോഴേ ഉള്ളൂ? ഈ നീരായ അവസ്ഥയിലേ ഉള്ളൂ. അപ്പൊ ഇനി മറിച്ച് മുന്തിരിക്കള്ളു ഉണക്കി, അത് ഉണങ്ങിയപ്പോ പൊടിയായി. ആ പൊടി നജസല്ല, ഉപയോഗിക്കൽ ഹറാം തന്നെയാണ്. അപ്പോ ലഹരി ഉള്ളതോട് കൂടി ദ്രാവക രൂപത്തിലാണെങ്കിൽ നജസാണ്, ഖരരൂപത്തിലാണെങ്കിൽ നജസല്ല. ഇനി അതിൽപ്പെട്ടതാണ് വേറെയും കുറെ സാധനങ്ങളുണ്ട്. ഏത്? ഈ ഉമ്മത്തുംകായ പോലെ അവീൻ എന്ന് പറയുന്ന കറുപ്പ് എന്ന് പറയുന്ന സാധനം. അതുപോലെ ജൗസത്തു ത്വയ്യിബ് എന്ന് പറയാം. അത് നല്ലൊരു വിഷയമാണത്. ജൗസത്തു ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മളെ ജാതിക്ക, നമ്മളെ ബിരിയാണിയിലൊക്കെ ആൾക്കാർ കൂട്ടുണ്ടല്ലോ, ജാതിപത്രിയും ജാതിക്കയും. ഈ ജാതിക്കാണ് എന്ത് പറയാ? ജൗസത്തു ത്വയ്യിബ്. അതുപോലെ തന്നെ അംബർ, അതുപോലെ മിസ്കല്ല എന്താ പറഞ്ഞത്, സാഫറാൻ, കുങ്കുമം. അപ്പൊ ഈ കുങ്കുമം അത് ലഹരിയുണ്ട് സാധനത്തിന്. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ നിൽക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം. നേരത്തെ പറഞ്ഞ ജൗസത്തു ത്വയ്യിബ് എന്ന് പറയുന്ന അതിന്റെ പേര് വരുന്നുണ്ട്, ഓർമ്മ ചിലപ്പോ മറന്നുപോകാം. ഗോരോചനത്തിന് ഇതില്ല, ഏത് ലഹരി ഉള്ളതായിട്ട് അറിവില്ല. ഗോരോചനത്തിന് ലഹരി ഉള്ളതായിട്ട് അറിവില്ല. പ്രശ്നം അതൊന്നും അല്ല. ശരിയെ നമ്മൾ സാധാരണ ഇപ്പൊ ബിരിയാണിയിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ബിരിയാണിയിൽ ഉപയോഗിക്കുന്ന സാധനമാണല്ലേ ഇത് ജാതിക്ക. സൗദി അറേബ്യയിൽ കാണാൻ പാടില്ല. വിൽപ്പനയ്ക്ക് വെച്ചത് ഷോപ്പിൽ കണ്ടാൽ മുത്തവ പിടിക്കും. കാരണം എന്താന്ന് വെച്ചാൽ അത് ലഹരി പദാർത്ഥ. അപ്പൊ നമ്മൾ ചോറിൽ ഉപയോഗിക്കുന്നതോ നജസല്ല. പിന്നെ അവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ലഹരി ബാധിക്കാത്ത അത്രയും ഖദർ ഉപയോഗിക്കുന്നത് ഹലാലാണ്. ജാതിപത്രി, ജാതിക്ക എന്ന് പറയുന്നത് ജാതിപത്രി അതിന്റെ പൂവാണ്, ജാതിക്ക എന്ന് പറയുന്നത് അതിന്റെ കായാണ്. മനസ്സിലായില്ലേ? ഈ കായ്ക്ക് ലഹരി ഉണ്ട്. ഈ ഉമ്മത്തുംകായ പോലെ അല്ലെങ്കിൽ അവീൻ പോലെ മറ്റേ ഹശീഷ് എന്ന് പറയുന്ന നമ്മളെ കഞ്ചാവ് പോലെ ലഹരിയുള്ള വസ്തു തന്നെയാണ്. പക്ഷേ നജസല്ലാത്ത ഖരരൂപത്തിലുള്ള ഇത്തരം വസ്തുക്കൾ മസ്താകുന്ന പരിധി ഉപയോഗിക്കലേ ഹറാമുള്ളൂ. മസ്താകാത്ത പരിധി ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ആ അടിസ്ഥാനത്തിലായിരിക്കാം നമ്മളെ നാട്ടിലൊക്കെ
ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ജാതിക്കയോ ജാതിപത്രിയോ ഉപയോഗിക്കുന്നത് കാരണം ഒരു മടുപ്പ് ഉണ്ടാവുമെങ്കിലും മസ്താകുന്ന ചൊരുക്ക് വരുന്ന നിലക്ക് ഉപയോഗിക്കാറില്ല. അപ്പൊ അത് അങ്ങനത്തെ അനുവദനീയമാണ്. മനസ്സിലായില്ലേ? കണ്ടോ, അവിടെ അടിവരട്ട് മനസ്സിലാക്കേണ്ടതാ. ഇങ്ങനെയുള്ള വസ്തുക്കൾ ലഹരി ബാധിക്കാവുന്ന പരിധി ഉപയോഗിക്കൽ ഹറാമാണ്. അപ്പൊ അതിന്റെ താഴെ അനുവദനീയമാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ ഒരു 10 കിലോ അരി അല്ലെങ്കിൽ 25 കിലോ അരി അല്ലെങ്കിൽ 50 കിലോ അരി ഒക്കെ വെക്കുന്ന ബിരിയാണിയിൽ 2 or 3 കായ ഈ ജാതിക്ക് ഉപയോഗിച്ചാൽ അതിൽ ലഹരി വരൂല. അപ്പൊ ലഹരി വരുന്ന ഖദർ ഇല്ലാത്ത നിലക്ക് ഈ ത്വാഹിറായ ഖരരൂപത്തിലുള്ള ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഹറാമില്ല. ലഹരി വരുന്ന രീതിയിൽ അത്ര ഖദർ ഉപയോഗിക്കലാണ് ഹറാമ്. അതേസമയം മദ്യമാണെങ്കിൽ ലഹരി ബാധിക്കാതിരിക്കട്ടെ ഒറ്റ തുള്ളി തന്നെയാണെങ്കിലും അത് ഹറാമുമാണ്, നജസുമാണ്. ഇത് രണ്ടും വേർതിരിച്ച് മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? മദ്യം പോലെയുള്ള ദ്രാവക രൂപത്തിലുള്ളത് ലഹരി വസ്തു ഒരു തുള്ളിയാണെങ്കിലും അത് ഉപയോഗിക്കൽ ഹറാമാണ്, അതുപോലെ തന്നെ നജസുമാണ്. എന്നാൽ ഖരരൂപത്തിലുള്ള ഇത്തരം വസ്തുക്കൾ അത് ലഹരി വരുന്ന പരിധി ഉപയോഗിക്കൽ ഹറാമാണ്. ഒരു മയക്കം മാത്രമല്ല, ഒരു മടുപ്പും ഉണ്ടാവും കിശിരിയന്. എന്ന് പറയാം, സാധാരണ കഴിക്കുന്നത് പോലെ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, അല്പം ഒരു മടുപ്പ് തോന്നും. അപ്പൊ ഏതായാലും അത് ഒഴിവാക്കൽ തന്നെയാണ് ഹൈർ. എന്നാൽ മസ്ത് വരാത്ത പരിധിയിൽ ഉപയോഗിക്കുന്നത് അനുവദനീയമാണ്. അവിടുന്ന് കിട്ടും വൈകാരയാറുമു തനാവുൽ ഖദിരിൽ മുസ്ലിമിന. താഹിറാണെന്ന് വെച്ചിട്ട് എന്ത് ഉപയോഗിക്കാമെന്നല്ല, ലഹരി വരുന്ന പരിധി ഉപയോഗിക്കാൻ പാടില്ല. അതിൽ താഴെയാണെങ്കിൽ ഈ ഹറാമിന്റെ നിയമം അതിന് വരുന്നില്ല. അങ്ങനെ ആയിരിക്കാം ഈ ജാതിക്ക ഉപയോഗിക്കുന്നത് എന്ന് ചുരുക്കം. ഇനി അതെങ്ങനെ ശുദ്ധിയാകാം അതും കൂടി പറയാം. ശുദ്ധിയാകും. ഹംറുൻ, ഇപ്പം അതിന് നജസുകൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നയവന്നിന്റെ ഇപ്പം പറയുന്നുണ്ട്. ഇതിന്റെ ഇടക്ക് വന്നപ്പോ ആ കൂട്ടത്തിൽ അതൊന്നാണ് പറയാ. അതിന് നജസുകളിൽപ്പെട്ട ഒന്നും ശുദ്ധിയാവില്ല എന്നാ പൊതു നിയമം. എന്നാൽ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിക്കുന്നതിന് 2 വസ്തുക്കൾ ശുദ്ധിയാവുന്നതിനെ പറ്റിയാ പറയുന്നത്. ഹംറുൻ, കള്ള് ശുദ്ധിയാവും. എങ്ങനത്തെ കള്ള്? തഹല്ലലത്ത്, ആ കള്ള് സുർക്കയായി മാറിയിരിക്കുന്നു. ബിനഫ്സിഹ, സ്വയം. എന്ന് പറഞ്ഞാൽ കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ടോ മറ്റെന്തെങ്കിലും കൃത്രിമ മാർഗം ഉപയോഗിച്ചുകൊണ്ടോ ശുദ്ധിയാക്കാൻ പാടില്ല. അങ്ങനെ വന്നാൽ എന്താവൂല? സുർക്കയാക്കാൻ പാടില്ല. അങ്ങനെ സുർക്കയാക്കിയാൽ ശുദ്ധിയാവൂല. സ്വയം അങ്ങനെ അവിടെ വെച്ചു. ഈ കള്ള് ഒരു പാത്രത്തിൽ ഇളക്കാതെ അടച്ച് ഭദ്രമാക്കി ഒരു സ്ഥലത്ത് വെച്ചു. കുറെ കഴിഞ്ഞപ്പോ അതിന് പുളിപ്പ് വന്നു, നരിയും പൊതിയും അടങ്ങി തുടങ്ങി. പുളിപ്പ് വന്നാൽ മദ്യം എന്ന അവസ്ഥ പോയിട്ട് ഇപ്പോൾ എന്തായിരിക്കുന്നു? അത് സുർക്കയായിരിക്കുന്നു. അപ്പൊ അത് ശുദ്ധിയായി. ബിനഫ്സിയ എന്ന് പറഞ്ഞാൽ അതിന്റെ ബയാൻ പോലെ തന്നെ മിഗൈരി മുസാഹബത്തി ഐനിൻ അജ്നബിയത്തിൻ ലഹ. ഈ ഹംറ്, ഈ കള്ളിൽ മറ്റൊരു വസ്തു ചേരാത്ത നിലക്കായിരിക്കണം. വേറൊരു വസ്തു അതിൽ ചേരാൻ പാടില്ല, എന്നാലേ ശുദ്ധിയാവുള്ളൂ. സംഗതി വേറെ ചേരുന്ന വസ്തു കൊണ്ടാണ് ശുദ്ധിയായത് എന്ന് അല്ല, സുർക്കയായത് എന്ന് വെച്ചിട്ടല്ല. വഇല്ലം തുഅസിർ, ആ വസ്തു പ്രതിഫലനം ഒന്നും ചെയ്യുന്നില്ല. ഫിത്തഹ്ലീലി, ഈ മദ്യത്തെ സുർക്കിയാക്കുന്ന വിഷയത്തിൽ ഒരു സ്വാധീനവും ഇല്ലാത്തൊരു വസ്തുവാണ്. അതുപോലെ ഹസോത്തിൻ, ഒരു പാത്രത്തിൽ ഒരു 10 ലിറ്റർ കള്ളുണ്ട്. ഈ കള്ള് അടച്ചു വെക്കാൻ പോവാം. അപ്പൊ അതിലേക്ക് ഒരു ചരക്കല്ലൊരു കുട്ടിയിട്ടു, ചരല് വാരിയിട്ടു. അത് ശ്രദ്ധയപ്പെട്ടില്ല. അങ്ങനെ അടച്ചു വെച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അതിന്റെ നിശ്ചിത പരിധി എത്തിയപ്പം അത് സ്വയം സുർക്കയായി ഈ പാത്രത്തിൽ നിന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു നോക്കുമ്പോ ഇതിലൊരു കല്ല് കാണാണ്ട്. സംഗതി നജസാണ്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, കള്ളാവുന്ന സമയത്ത് ഈ കല്ല് അതിൽ വീണുമ്പോൾ കല്ല് മുത്തനജിസായി. ഈ മുത്തനജിസ് കൊണ്ടിട്ട് കള്ള് പിന്നെ നജസാവും. മനസ്സിലായില്ലേ? അതായത് അതിനൊരു പൊതു തത്വമുണ്ട്, നജസാകൂന്ന്. ഉദാഹരണം, മലത്തിലേക്ക് മൂത്രം
കൂടിയാൽ മലം നജസാവും. മൂത്രത്തിലേക്ക് മലം കൂടിയാൽ മൂത്രം നജസാവും. അപ്പൊ മൂത്രം പണ്ടിന്റെ നജസല്ലേ, അല്ലെങ്കിൽ മലം പണ്ട് നജസല്ലേ? ഓക്കെയാണ്. പണ്ടേ തന്നെ നജസായ മൂത്രവും മലവും മറ്റൊന്ന് കൂടുന്നത് കൊണ്ട് അത് വീണ്ടും നജസാവും. എന്നതുപോലെ മദ്യം അയിനും നജസാണ്. ആ അയിനും നജസിൽ ഒരു കല്ല് വീണു, കല്ല് എന്നൊരു ഉദാഹരണം, ഒരു കല്ല് വീണു. അപ്പൊ ആ കല്ല് മുത്തനജിസായി. ഈ മുത്തനജിസായ കല്ല് ഈ കള്ളിൽ കിടക്കുമ്പോൾ ഈ മുത്തനജിസ് കൊണ്ട് കള്ള് വീണ്ടും മുത്തനജിസായി. ഇനി കല്ല് ഈ സുർക്കയായി മാറുന്നതിന് മുമ്പ് എടുത്തിട്ടാൽ ശുദ്ധിയാവുമെന്ന് പറഞ്ഞ ഇമാമിയങ്ങളുണ്ട്. ഏതായാലും അങ്ങനെ സുർക്കയായി കഴിഞ്ഞാൽ കല്ലിപ്പോ മുത്തനജിസാണല്ലോ. മുത്തനജിസായ കല്ല് അതിൽ കിടക്കുമ്പോൾ ഈ കള്ള് സുർക്കയാവുമ്പോ ശുദ്ധിയാവുന്നു. പക്ഷേ ഈ മുത്തനജിസായ കല്ല് കൊണ്ട് ഈ സുർക്ക മുത്തനജിസാവുന്നു. അപ്പൊ അത് ശുദ്ധിയാവില്ല. അപ്പൊ ഈ വസ്തു, കള്ളല്ലാത്ത വസ്തു കൂടുക എന്ന് പറയുന്ന വസ്തു, അത് ഈ കള്ള് സുർക്കയാവുന്നതിൽ ഒരു സ്വാധീനം ചെലുത്തുന്നില്ലെങ്കിൽ പോലും ഒരു വസ്തു അതിൽ വീണാൽ അതുകൊണ്ട് ഇത് സുർക്ക ശുദ്ധിയാവാതെ വരും. എന്നാൽ മുന്തിരിയുടെ കുരു, കാരക്കയുടെ കുരു പോലത്തതാണെങ്കിലോ അവിടെ അഫുവുണ്ട്. കാരണം എന്താ വെച്ചാൽ അത് അതിന്റെ അനിവാര്യതയിൽപ്പെട്ടതാണ്. മുന്തിരിക്കള്ളിൽ മുന്തിരി ഉപയോഗിക്കുമ്പോൾ അതിന്റെ മുന്തിരിന്റെ കുരു ഉണ്ടാകൽ സ്വാഭാവികമാണ്. അതുപോലെ തന്നെ ഈത്തപ്പഴം കൊണ്ടിട്ട് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ കുരു അതിൽ ഉൾപ്പെടൽ സാധാരണമാണ്. അതുകൊണ്ട് അത് അഫുവാണ്. അല്ലാത്ത പുറമേ നിന്നുള്ളൊരു വസ്തു ഉണ്ടാവാൻ പാടില്ല. എന്നാൽ പ്രശ്നം അതല്ല. കള്ള് ഒരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചു, അത് സുർക്കയായി, സുർക്ക ശുദ്ധിയാണെന്ന് പറഞ്ഞു. പക്ഷെ നേരത്തെ കള്ള് നെൽസായിരുന്നല്ലേ? അതെ. ആ സമയത്ത് ഏത് പാത്രത്തിലാണുള്ളത്? അതിൽ തന്നെയല്ലേ ഇപ്പൊ ഈ സുർക്ക ഉള്ളത്? അതെ. പാത്രങ്ങൾ കഴുകിയോ? ഇല്ലല്ലോ. അപ്പൊ മുത്തനജിസായ പാത്രത്തിലുള്ള ത്വാഹിറായിരിക്കുന്ന ഈ സുർക്ക വീണ്ടും കള്ള നജസാവൂലേ? കല്ല് പറഞ്ഞേക്ക് അതില്ല. കാരണം എന്താ വെച്ചാൽ ത്വഹാറത്തി, ഈ മദ്യത്തോട് ഈ കള്ളിനോട് ശുദ്ധിയാവുന്ന വിഷയത്തിൽ താബിയായി തുടരും അദ്ദിന്നു, അത് പാർന്നു വെച്ച പാത്രം. അല്ലെങ്കിൽ ആ കാരണം എന്താണ്? ഈ സുർക്ക ആയിക്കൊണ്ട് കള്ള് ശുദ്ധിയാവുക എന്നറിയുന്ന അവസ്ഥ നിലവിൽ വരൂല. കാരണം ഒരു പാത്രത്തിലല്ലാതെ കള്ളുണ്ടാവില്ലല്ലോ. കള്ളുകൊണ്ട് പാത്രം നജസായി കഴിഞ്ഞാൽ ഇത് സുർക്കയാവുമ്പം ഈ പാത്രം കൊണ്ട് സുർക്ക നജസാകുകയാണെങ്കിൽ പിന്നെ സുർക്ക ഉപയോഗിക്കാനേ കഴിയില്ല. അപ്പൊ അത് ലറൂറത്തായത് കൊണ്ട് പാത്രം കൂട്ടത്തിൽ ശുദ്ധിയാണ് എന്ന് ഹുക്കുമ് വരും. മറ്റൊരു വസ്തു വീഴുന്ന അങ്ങനെ ലറൂറത്തല്ലല്ലോ. അതേസമയത്ത് പാത്രം പറഞ്ഞ ലറൂറത്താണ്. എന്നതുപോലെ തന്നെ മുന്തിരിന്റെ കുരു എന്ന് പറയുന്ന മുന്തിരിന്റെ കൂട്ടത്തിൽ ഉണ്ടാവും, ലറൂറത്താണ്. അതുകൊണ്ട് അവിടെ അഫ്വാണ്, ഇവിടെ അതല്ല, ത്വഹാറത്ത് തന്നെ ഹുക്കുമ് ചെയ്യുന്നു. സംഗതി തശറബ മിന്ന, ഈ പാത്രം ഈ മദ്യത്തിൽ നിന്നിട്ട് കുടിച്ചിട്ടുണ്ടെങ്കിലും ശരി എന്ന് പറഞ്ഞാൽ മൺപാത്രത്തിലാണ്. നോക്കിക്കോളിങ്ങള്, ഈ ഒഴിച്ചു വെച്ചത് ഒരു മണ്ണിന്റെ പാത്രത്തിലായിരുന്നു എങ്കിൽ ആ മണ്ണ് ഇതിന്റെ ജലാംശം പിടിച്ചെടുക്കുമല്ലോ. എന്നാലും ഇത് സുർക്കയായി മാറിയാൽ ഈ സുർക്ക ശുദ്ധിയാവുന്ന കൂട്ടത്തിൽ പാത്രവും ശുദ്ധിയാകും. ഇനി അതല്ല ഒലത്ത് ഫീഹി, ഈ പാത്രത്തിൽ ഇത് തളച്ച് പൊന്തിയിരുന്നു. വർത്തമാന ഒലത്ത് അടച്ചിട്ട് വർത്തമാനത്ത് പൊന്തിയിരുന്നു. എന്തുകൊണ്ട്? ബിസ്വബിൽ ഒരയാരി പതച്ചിട്ട്, പതകാരോ. അതായത് കല്ല് ഈ നരച്ച് വരുമല്ലോ, അത് ലഹരി ഇങ്ങോട്ട് മൂക്കുന്നതിനനുസരിച്ച് നരച്ചിങ്ങനെ പൊന്തും. അങ്ങനെ പൊന്തി പൊന്തി കുറെ മേപ്പെട്ട് വന്നിണ്. പിന്നെ അതിന്റെ ലഹരി പോയപ്പോ ആ നര അങ്ങനെ പോയി. അതാ സുമ്മ വർത്തഫാത്ത് ബിസബിൽ ഒരയാനി, ഇത് നരക്കുന്നത് കാരണം ഈ മേപ്പോട്ട് ആ പത പൊന്തി സുമ്മ നസലത്ത്, പിന്നെ നൊര പോയപ്പോ കീഴ്പ്പെടുത്താവുകയും ചെയ്തു. എന്നാലും പാത്രം ശുദ്ധിയാവും. കാരണം അതൊക്കെ അതിന്റെ വെറൂറിയായ അവസ്ഥയിൽപ്പെട്ടതാ, അനിവാര്യതയാണ്. ഇത് കള്ള് ഒരു പാത്രത്തിൽ പാർന്നു വെച്ച് അത് നന്നായി ലഹരി ബാധിച്ചു ശക്തിയായി പിന്നീട് അതങ്ങനെ കുറഞ്ഞ് ശുദ്ധിയാവുമ്പോൾ പാത്രത്തിലല്ലാതെ നിവൃത്തിയില്ല. അതുകൊണ്ട് പാത്രം അഫാണ്. ഇങ്ങനെ പതച്ചു പൊന്തലും താകലും ഒക്കെ അതിന്റെ സാധാരണ സ്വഭാവങ്ങളിൽപ്പെട്ടതാണ്, പ്രകൃതി ഗുണങ്ങളാണ്. അതുകൊണ്ട് അതൊക്കെ അഫ്വാൻ, ശുദ്ധിയാണ്. ഇങ്ങനെ നരച്ചു പൊന്തി താഴ്ന്നതാണെങ്കിൽ ആ സ്ഥലം ശുദ്ധിയാവുള്ളൂ. അമ്മ ഇതർത്ഥഫാത്ത്, ഈ കള്ള് മേപ്പോട്ട് ഉയർന്നത് ബിലാ വരയാനിൻ, ഇതിങ്ങനെ പതച്ചു പൊന്തിയതൊന്നുമല്ല. ബൽ ബിഫീലി ഫായിലിൻ, ഒരാളെ പ്രവർത്തിയോണ്ടാ. എന്ന് പറഞ്ഞാൽ വെറുതെ ആവശ്യമില്ലാതെ അത് ഇങ്ങോട്ടൊന്ന് ചെരിച്ചു നോക്കി, അങ്ങേ പുറത്തേക്കൊന്ന് ചെരിച്ചു നോക്കി. അപ്പൊ ഈ ചെരിയുന്ന ആ ഭാഗത്തേക്ക് കള്ളുകൾ കയറുമല്ലോ, നിർത്തിയാക്കി കൊടുത്താവും ചെയ്യും. ഇങ്ങനെയാണെങ്കിലോ ഫലാത്തുഹുറു,
അപ്പൊ ആ പാത്രം ശുദ്ധിയാവൂല്ല. പാത്രം ശുദ്ധിയാകാഞ്ഞാല് പിന്നെ ഇത് കൊണ്ടിട്ട് ഈ കള്ള് മുത്തനജിസായി, അല്ല സുർക്ക മുത്തനജിസായി പോവും. അപ്പൊ അങ്ങനെയുള്ള പണിയൊന്നും എടുക്കാൻ പാടില്ല. ഒരു പാത്രത്തിൽ ഒഴിച്ച് അടച്ച് ഒരു സ്ഥലത്ത് ഭദ്രമായി സൂക്ഷിച്ചു വെക്കുക. അതിൽ മറ്റ് കൈക്രിയകളൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ സുർക്കയായെങ്കിലാണ് ശുദ്ധിയാവുക എന്നർത്ഥം. സംഗതി വൈൻ ഉമ്മിറൽ മുർത്തഫിഉ, ഈ ഉയർന്ന സ്ഥലം ഉണ്ടല്ലോ, അതായത് ആദ്യം ഒരു കള്ള് പാർന്ന് വെച്ചിന് വലിയൊരു പാത്രത്തിലാ, അതിൽ കുറച്ചൊരു പൗതി ഭാഗം കള്ള് പാർന്ന് വെച്ച് എവിടെ എത്തി നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെരിച്ചു നോക്കിയതാ. അപ്പോ പൗതിയേ ഉള്ളൂ. ചെരിച്ച് കള്ള് സാധാരണ രീതിയിൽ തന്നെ ആക്കി. എന്നിട്ട് പിന്നെ അതിക്ക് വേറെ പള്ള് കണ്ടോ, ഉണങ്ങുന്നതിന് മുമ്പ് വേറെ കള്ള് പാർന്ന് ആ സ്ഥലം മൂടി. ഔപാദം അല്ലെങ്കിൽ ഉണങ്ങിയതിന് ശേഷം വേറെ കള്ള് പാർന്നിട്ട് ഈ നേരത്തെ പൊന്തി വന്ന ഈ ഭാഗവും കൂടി മൂടി. വേറെ കള്ളുകൊണ്ട് ആ ഭാഗം മൂടി. ഉണങ്ങുന്നതിന് മുമ്പാണെങ്കിലും ഉണങ്ങിയതിന് ശേഷമാണെങ്കിലും അല്ലൗജഹി, പ്രബലമായ വജ്ഹനുസരിച്ച് ശുദ്ധിയാവൂല. അതായത് തളച്ചു പൊന്തിയതല്ലാതെ ഒരാളുടെ പ്രവൃത്തി മുഖേന മേപ്പോട്ട് പൊങ്ങിയ കള്ള് ആയ സ്ഥലം നജസാവുന്നാണല്ലോ പറഞ്ഞു. ആ നജസ് ഈ പൊങ്ങിയ ഉടനെ തന്നെ ഉണങ്ങുന്നതിന് മുമ്പ് വേറെ കള്ള് വാരുകയോ അതിലെ ഉണങ്ങിയതിന് ശേഷം വേറെ കള്ള് വാരുകയോ ചെയ്തിട്ട് ഈ സ്ഥലമൊക്കെ മൂടിയിട്ടുണ്ട്. പിന്നീടാണ് ഇത് സുർക്കിയായി മാറുന്നത്. എന്നാലും ശുദ്ധിയാവൂല എന്നാണ് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ വ്യക്തമാക്കിയ വജ്ഹ്. എന്നാൽ വല്ലത് യത്തമദഹു ശൈഖുന അൽ മുഹഖിഖ് അബ്ദുറഹ്മാൻ ഇബ്നു സിയാദ്, ബഹുമാനപ്പെട്ട ശൈഖുന ഇബ്നു സിയാദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മുഅ്തമദാക്കിയ വജ്ഹ്, റംലി ഇമാമു ആ വജ്ഹിനെയാണ് മുഅ്തമദാക്കിയത്. എന്താണ്? അന്നഹാ തത്ഹുറു, ഈ പാത്രം അല്ലെങ്കിൽ ഈ സുർക്ക ശുദ്ധിയാവും. ഇൻ ഉമിറ മുർത്തഫിഉ ഖബലൽ ജഫാഫ്, ഈ ഭാഗത്തേക്ക് ഒരു പ്രവർത്തിക്കാരന്റെ പ്രവൃത്തി കാരണം ഇടത്തോട്ടോ വലത്തോട്ടോ ചെരിച്ചിട്ട് ആ ചെരിച്ച സമയത്ത് കള്ള് എത്തിയ സ്ഥലം ഉണങ്ങുന്നതിന് മുമ്പ് വേറെ കള്ള് വാർന്ന് മൂടിയാൽ ശുദ്ധിയാകും എന്നാണ് ശൈഖുന ഇബ്നു സിയാദ് റഹ്മത്തുള്ളാഹി മുഅ്തമദാക്കിയ വജ്ഹ്. അതേസമയത്ത് ശൈഖുന ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി മുഅ്തമദാക്കിയ വജ്ഹ് ഇല്ല, ഉണങ്ങിയതിന് ശേഷം ഏതായാലും പറ്റൂല, ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ വേറെ കള്ളുകൊണ്ട് മൂടി പിന്നീടാണ് സുർക്കിയായത് എങ്കിലും ആ കള്ള് ശുദ്ധിയാവുന്നതല്ല എന്നാണ് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ മുഅ്തമദാക്കിയത്. എന്നാൽ ഇബ്നു സിയാദ് റഹ്മത്തുള്ളാഹി മുഅ്തമദാക്കുന്ന വജ്ഹ് അനുസരിച്ച് ഉണങ്ങുന്നതിന് മുമ്പ് വേറെ കള്ള് പാർന്നിട്ട് ആ ഭാഗം മൂടിയിട്ടുണ്ടെങ്കിൽ പിന്നീട് സുർക്കിയാൽ ശുദ്ധി വരും എന്ന്. മനസ്സിലായില്ല? സുമ്മക്കാല ശൈഖുന ഇബ്നു സിയാദ് റഹ്മത്തുള്ളാഹി പിന്നെ പറയാണ്, ഏത് ഉണങ്ങുന്നതിന് മുമ്പ് ആ ഉയർന്നു വന്ന ഭാഗം കൂടി മൂടിയിട്ടുണ്ട്, പിന്നെയാണ് അത് സുർക്കിയായതെങ്കിൽ ശുദ്ധിയാവും എന്ന് പറഞ്ഞല്ലോ. അതിനുശേഷമാണ് ലോ സുബ്ബ ഹംറുൻ, ഒരു മദ്യം ഒഴിക്കപ്പെട്ടു, ഫീ ഇനാഇൻ, ഒരു പാത്രത്തിൽ, ഒരു പാത്രത്തിക്ക് പാർന്നിട്ട് സുമ്മ ഉഖ്രിജത്ത്, പിന്നീട് ആ മദ്യത്തെ പുറത്തെടുക്കപ്പെട്ടു, മിന്നു ആ പാത്രത്തിൽ നിന്ന്. ഉദാഹരണം, ഒരു ഭരണിയിൽ എന്താക്കി കുറച്ച് കള്ള് വാർന്നു വെച്ചു, പിന്നീട് ആ കള്ള് വേറൊരു പാത്രത്തിലേക്ക് ഒഴിവാക്കി. ഓ സുബ്ബഫി, എന്നിട്ട് ഈ ഒഴിവാക്കിയ ആദ്യത്തെ പാത്രത്തിൽ ഒഴിക്കപ്പെട്ടു ഹംറുൻ ഉഖ്റ, വേറെ കള്ള്. ബഅദ ജഫാഫിലിനായി, ആദ്യത്തെ കള്ള് പാത്രം മാറ്റിയതിന് ശേഷം കഴുകിയിട്ടില്ല, ഉണങ്ങി ചെയ്തു. ആദ്യം കള്ള് വാർന്ന പാത്രം ഉണങ്ങി, എന്നാൽ കഴുകിയണോ? കഴുകിയിട്ടുമില്ല. അത് വഖബിൽ വസ്ലിയാണ്. ബഅദൽ ജഫാഫിലിനായി, ആദ്യത്തെ പാത്രം ഉണങ്ങിയതിനു ശേഷം വഖബിൽ വസ്ലി എന്നിട്ട് കഴുകുന്നതിന് മുമ്പ് വേറെ കള്ളിൽ പാർന്നാൽ ലം തത്ഹുർ, ശുദ്ധിയാവൂല. അപ്പൊ ഈ മറ്റൊരു ഉദാഹരണം പോലെ നേരത്തെ പറഞ്ഞത്, ഒരു പാത്രത്തിൽ മദ്യം ഒഴിച്ചു വെച്ചു, പിന്നെ ഒരു ആള് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചൊരിച്ചിട്ട് ഈ കള്ള് കുറെ ഉയർത്തും ഭാഗത്തേക്ക് വന്നു, അത് പിന്നെ ഉണങ്ങുന്നതിന് മുമ്പ് അതിന് വേറെ കള്ള് വാർന്നാൽ ശുദ്ധിയാവുന്നതായിരുന്നു. ഉണങ്ങിയിട്ട് വേറെ കള്ള് വാർന്നാൽ പിന്നെ അതിട്ട് ശുദ്ധിയാവൂല എന്നും പറഞ്ഞു. അത് ആദ്യമുള്ള കള്ള് മാറ്റാതെ ആയി തന്നെയാണ് അത് സംഗതി.
ഇനി പറയണം അങ്ങനെയല്ല, ഒരു പാത്രത്തിൽ കുറച്ച് കള്ള് പാർന്നു വെച്ചു. ആ പാർന്നു വെച്ച പാത്രത്തിൽ നിന്നിട്ട് അത് ഒഴിച്ച് വേറെ ഒഴിവാക്കിയതിന് ശേഷം ഉടനെ തന്നെ ഉണങ്ങുന്നതിന് മുമ്പ് ഇതേ പാത്രത്തിൽ രണ്ടാമത് വേറൊരു കള്ള് പാർന്നു വെച്ചു. അതാണ് സുർക്കയായത്, കുഴപ്പമില്ല. അതേ സമയത്ത് ഈ പാത്രത്തിലുള്ള കള്ള് മുഴുവനും ഒരു പാത്രത്തിലേക്ക് ഒഴിവാക്കി മാറ്റിയതിനു ശേഷം ഈ പാത്രം ഉണങ്ങിപ്പോയി, എന്നാൽ കഴുകിയിട്ടില്ലാണോ, എന്നിട്ട് പിന്നെ രണ്ടാമതൊരു കള്ള് അതിൽ ഒഴിച്ചു വെച്ചു, അത് സുർക്കയായാൽ അത് ശുദ്ധിയാവുന്നതല്ല. സംഗതി വൈൻ തഹല്ലലത്ത് ബഅദ നഖ്ലിഹാ മിൻഹു, ഈ രണ്ടാമത് പാർന്ന കള്ളിനെ ഈ ആദ്യത്തെ പാത്രത്തിൽ നിന്നും മാറ്റി ഫീനായിനാഹറ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിനു ശേഷമാണ് അത് സുർക്കയായത് എങ്കിൽ പോലും എന്താവൂല, ശുദ്ധിയാവൂല. പറഞ്ഞു മനസ്സിലായില്ല? ഒരു പാത്രത്തിൽ ആദ്യം കുറച്ച് കള്ള് പാർന്നു വെച്ചു. ആ പാർന്നു വെച്ച കള്ള് അതിൽ നിന്ന് ഒഴിച്ച് വേറെ പാത്രത്തിൽ വെച്ചു. എന്നിട്ട് ഈ പാത്രം ഉണങ്ങി, ആദ്യം കള്ള് പാർന്ന പാത്രം ഉണങ്ങി കഴുകിയിട്ടില്ലാണ്, അതിൽ രണ്ടാമതൊരു കള്ള് പാർന്നു അതിൽ അധികം വെച്ചിട്ടില്ല, ഉടനെ തന്നെ അത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു. എന്നിട്ട് പിന്നെ ഈ രണ്ടാമത്തെ പുതിയ പാത്രത്തിൽ വെച്ചിട്ടാണ് ഇത് സുർക്കയാവുന്നത്. എന്നാലും സാധനം ത്വാഹിറാവൂല. കാരണം എന്താ, കള്ള് നജസായിരുന്നു നേരത്തെ തന്നെ, എങ്കിൽ പോലും നേരത്തെ പാർന്ന കള്ളിന്റെ പാത്രം കഴുകാതെ ഉണങ്ങിയ പാത്രത്തിൽ രണ്ടാമത് പുതിയ കള്ള് പാർന്നപ്പോൾ ഈ പാത്രം മുത്തനജിസായിരുന്നു. മുത്തനജിസായ പാത്രത്തിൽ അതിനു നജസാവുന്ന കള്ള് പാർന്നപ്പോൾ ഈ മുത്തനജിസ് കൊണ്ട് അതിനു നജസായി കഴിഞ്ഞു. അങ്ങനെ നജസായ ഈ കള്ളിനി വേറൊരു പാത്രത്തേക്ക് മാറ്റി എന്നതുകൊണ്ട് ശുദ്ധിയാകാൻ പോകുന്നില്ല പറഞ്ഞു. ഇതിനൊക്കെ തത്വം എന്താന്ന് വെച്ചാൽ നജസ് മറ്റൊരു നജസ് കൊണ്ടിട്ട് നജസാകും എന്ന തത്വമാണ് അതിലൊക്കെ ഉള്ളത്. ശരി, കൗനിൽ ഖല്ലൻ, ഒരു കള്ള് സുർക്കയായി എന്ന് എങ്ങനെ അറിയാ? അതിന്റെ തെളിവെന്താ? വേറൊന്നുമല്ല, അൽ ഹമൂബത്തു ഫീ തഅമിഹാ, അതിന്റെ രുചിയിൽ പുളിപ്പ് വരില്ല. പുളിപ്പ് വന്നാൽ ശുദ്ധിയായി. കുറേശ്ശൊക്കെ നൊര ബാക്കിയുണ്ടെങ്കിലും വാസന ബാക്കിയുണ്ടെങ്കിലും പുളിപ്പ് വന്നാൽ ശുദ്ധിയായി. വൈലം തൂജത് നിഹായത്തുൽ ഹമൂബ, പുളിപ്പിന്റെ കഠിനമായ പുളിപ്പ് വേണമെന്നില്ല. ഈ മദ്യത്തിന്റെ സ്വഭാവം ഒരു രൂക്ഷത, അത് പോയിട്ട് പുളിപ്പ് വന്നു കഴിഞ്ഞാൽ മദ്യം അല്ലാതെയായി സുർക്കയായി എന്ന് വന്നു. അത് കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല സൂക്ഷ്മമായ പുളി ഉണ്ടാവും, അത് വേണമെന്നില്ല. അല്ലെങ്കിൽ തന്നെ അതുപോലെ തന്നെ വൈൻ കുതിഫത്ത് ബിസബദി, അത് ഇപ്പോഴും ഇങ്ങനെ പുറത്തു വരുന്നുണ്ട്, എന്നാലും ശുദ്ധിയാവുന്നു. രുചി പുളിപ്പ് വന്നോ, എന്നാൽ മദ്യം മാറി സുർക്കയായിരിക്കുന്നു എന്ന. പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞാൽ നൊരയും പറ്റ പോവും, അതുപോലെ തന്നെ പുളി ശക്തി കൂടുകയും ചെയ്യും. അങ്ങനെ പറ്റേ നൊര പോവുക, കഠിനമായ പുളി വരിക എന്നൊന്നും ആവശ്യമില്ല. പുളിപ്പ് സ്വഭാവം വന്നാൽ തന്നെ സാധനം ശുദ്ധിയാവൂന്ന്. എന്നാ പിന്നെ അതിന് നജസ് പറഞ്ഞപ്പോ കൂട്ടത്തിൽ ഒന്നുകൂടി പറയാ, ഉയത്തുഹുറു, അതിന് നജസിന്റെ കൂട്ടത്തിൽ നിന്നിട്ട് ശുദ്ധിയാവും. ജിൽദുൻ, ഒരു തോല്. എങ്ങനത്തെ തോല്? നജിസ ബിൽ മൗത്തി, ജീവൻ പോകല് കൊണ്ട് നജസായ തോല്. അപ്പൊ തോല് രണ്ട് അതിണ്ട്. ജീവനുള്ളപ്പോൾ തന്നെ നജസായ തോല്, നായ, പന്നി അവയിൽ നിന്ന് പിരിഞ്ഞുണ്ടായത്, അത് ജീവൻ ഉണ്ടാവുമ്പോൾ തന്നെ നജസായതാ. അത് ഊറക്കിട്ടാലും ശുദ്ധിയാവില്ല, അല്ലഞ്ഞാലും ശുദ്ധിയാവില്ല, അത് മാറ്റിവെച്ചു. പിന്നുള്ള ഏതാണ്? ജീവിച്ചിരിക്കുമ്പോഴൊക്കെ ത്വാഹിറ. ഇപ്പൊ ഒരു കുറുക്കൻ അല്ലെങ്കിൽ ഒരു കഴുത പോലെയുള്ള ഭക്ഷ്യയോഗ്യമല്ലാത്ത ജീവിയാവട്ടെ, അല്ലെങ്കിൽ ആട്, പശു പോലെയുള്ള ഭക്ഷ്യയോഗ്യമായ ജീവിയാവട്ടെ, ഇവ ചത്തു കഴിഞ്ഞാൽ അതൊക്കെ നജസ. ജീവൻ ഉണ്ടാവുമ്പോൾ ഇതൊന്നും നജസല്ല. അർത്താലോന്ന ഭക്ഷ്യയോഗ്യമായ മൃഗത്തെ അർത്താൽ പിന്നെ അത് ത്വാഹിറ തന്നെ. ഊറക്കിട്ടാലും ത്വാഹിറാണ്, അല്ലെങ്കിലും ത്വാഹിറ. ഉദാഹരണം, അർത്ത ആട് അല്ലെങ്കിൽ അർത്ത കാള, പോത്ത് പോലത്തതിന്റെ തോല് ഊറക്കിട്ടിട്ടില്ലെങ്കിലും ത്വാഹിറാണ്. കാരണം അത് മാംസം ഭക്ഷിക്കാൻ പറ്റുന്ന ജീവിയാണ്, അർത്ഥതാണ്, ഹലാലായ അറവാണ്. അതുകൊണ്ട് ഇതിന്റെ മാംസം ഹലാലായതുപോലെ തോലും നജസല്ല. അറക്കാതെ ചത്തതിനെ പറ്റിയ ചർച്ച. ആട്, മൂരി പോലത്തത് ചത്ത തോല്, അല്ലാത്തത് ഇനി തിന്നാൻ പറ്റാത്ത കഴുത, കുറുക്കം പോലത്തത് ചത്താലും അർത്താലും ഒക്കെ ശവം തന്നെ. അങ്ങനെ ജീവൻ പോയി കൊണ്ട് നജസായ തോല്, ജീവനോടുകൂടി നജസായ തോല് അതിൽ പെടൂല എന്നർത്ഥം. അത് ശുദ്ധിയാൽ എങ്ങനെ? ബിന്ദിബാഹിൻ, എന്തുകൊണ്ട്? ഊറക്കിടൽ സംഭവിക്കൽ കൊണ്ട്. ഊറക്കിടൽ സംഭവിക്കാതെ ആ മരുന്നിട്ടാ പോരാ, അത് പ്രതിഫലിച്ച് ചെയ്യാവുന്ന അവസ്ഥ പോകണം. അപ്പോഴാ ഇന്ദിബാഹ് വരിക.
എങ്ങനത്തെ ഊറക്കിടൽ സംഭവിക്കലാണ്? നക്കാഹു, ആ ഊറക്കിടൽ ഇതിനെ വൃത്തിയാക്കും. എങ്ങനെ വൃത്തിയാക്കും? ബിഹൈസു ലാ യഊദു ഇലൈഹി നത്തിനുൻ വലാ ഫസാദുൻ. അത് ഏകദേശം ഒരർത്ഥത്തിന് തന്നെ. ചീഞ്ഞു പോകലും ദുർഗന്ധവും മടങ്ങി വരാത്തൽ എന്ന് പറഞ്ഞാല് ഒരു ശവം അങ്ങനെ അവിടെ ഇട്ടാൽ ചെയ്യും, അതുപോലെ തന്നെ ദുർഗന്ധം ഉണ്ടാവുകയും ചെയ്തു. പുലിനും അതുപോലെ കഴുതനെയൊക്കെ അറുത്താലും ചത്താലും ഒക്കെ ഒരു കണക്കാണ് നജസ് തന്നെ. ആട്ടെ, ഊറക്കിട്ടതിന്റെ ലക്ഷണം തന്നെ എന്താണെന്ന് വെച്ചാൽ, ഊറക്കിടാതെ ഒരു തൊലി വെള്ളത്തിലിട്ട് അല്ലെങ്കിൽ മയത്ത് വെച്ചാൽ അല്പസമയം കൊണ്ട് അല്ലെങ്കിൽ അല്പം മണിക്കൂറുകളെ കൊണ്ട് അത് ചീച്ചിൽ വരികയും ദുർഗന്ധം വരികയും ചെയ്യും. അതേസമയത്ത് ഊറക്കിട്ടാലോ അതിന് ചീയുകയോ അതേപോലെ തന്നെ ദുർഗന്ധം വരികയോ ഇല്ല. അപ്പൊ എന്നാ ചില ചെരുപ്പൊക്കെ മഴക്കാലത്ത് ദുർഗന്ധം വരുന്നുണ്ടല്ലോ, അപ്പൊ അത് ഊറക്കിടാത്തതാണോ എന്നൊരു കാലം അപ്പൊ ശരിക്കും ഉണ്ടാകാം സ്വാഭാവികമായിട്ട്. അങ്ങനെയല്ല, കുറേ സമയം വെള്ളത്തിൽ തന്നെ ഇട്ട് കൊടുക്കുമ്പോ ഊറക്കിട്ടതാണെങ്കിലും ദുർഗന്ധം വരും. അത് പ്രത്യേകം മനസ്സിലാക്കണം, അല്ലെങ്കിൽ അവിടെ ഇഷ്കാല് വരുമല്ലോ. പിന്നെ എന്ന് പറഞ്ഞാല് ദുർഗന്ധവും ചീഞ്ഞു പോകലും തിരിച്ചു വരാത്ത നിലക്ക് വൃത്തിയാവുന്ന നിലക്ക് എന്ത് വേണം? ഉറക്കിടണം. അതിനുള്ള കെമിക്കൽ ഉപയോഗിക്കുക. പഴയ കാലത്തൊക്കെ പ്രാവിന്റെ കാട്ടം, കുതിരന്റെ ചാണകം, അതുപോലെ തന്നെ ഒരു തരം കറുവ് എന്ന് പറഞ്ഞിട്ട് കറുകപ്പട്ട എന്ന് പറഞ്ഞിട്ട് ഒരു ഇല ഉണ്ട്, അതിൽ മരത്തിന്റെ തോലുണ്ട്, അതൊക്കെ ഉപയോഗിക്കലുണ്ട്. ഏത് ഉപയോഗിച്ചാലും ഈ സാധനത്തിന്റെ രൂക്ഷത കൊണ്ട് ഇതിന്റെ ഉള്ളിൽ നിന്നിട്ട് എല്ലാ തരത്തിലുള്ള ഇതിനെ ചീഞ്ഞ് കേടുവരുത്തുന്ന വൈറസുകളെ നശിപ്പിക്കലാണ് ലക്ഷ്യം. അത് എന്തുകൊണ്ട് നശിപ്പിച്ചാലും വേണ്ടില്ല. പ്രാവിന്റെ കാട്ടത്തിന് ഭയങ്കര രൂക്ഷത, അതുപോലെ തന്നെ കുതിരച്ചാണകത്തിന് ഭയങ്കര രൂക്ഷതയാണ്, കാലൊക്കെ പൊള്ളിപ്പോവും. അത് ഉപയോഗിച്ചാൽ മതി. ഷൂ വെറുതെ നാറുന്നുണ്ടെങ്കിൽ പേടിച്ചണമെങ്കിൽ ശരിയെ. അതേസമയത്ത് എപ്പോഴും ഇങ്ങനെ നനഞ്ഞാൽ ആ നാറ്റം സാരില്ല. എപ്പോഴെങ്കിലും ഒരു പേരിന് വെള്ളം നനഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോൾ മണക്കുകയാണെങ്കിൽ അത് വേജാറാ. ലോനുക്കഫിൽമായാണോ, വെള്ളത്തിൽ മുക്കി വെക്കപ്പെട്ടാൽ ചീച്ചിലും നാറ്റവും വരാത്ത നിലക്ക് വൃത്തിയാകുന്ന നിലക്ക് ഊറക്കിട്ടാൽ അതുകൊണ്ട് തോലി ശുദ്ധിയാകും എന്ന് മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ നജസ് ഇങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ വന്നപ്പോ മദ്യം പറഞ്ഞപ്പോ ഇത്തിഫാക്കിയായിട്ട് വന്നതാണ്. ഏത് മദ്യത്തിനുണ്ട് സുർക്കിയാവുക എന്ന് പറയുന്ന ഒരു പ്രത്യേക ഘട്ടം. ആ ഘട്ടത്തിലെത്തിയാൽ അത് ത്വാഹിറാവും എന്ന് പറഞ്ഞപ്പം അത് അയിനു നജസാണല്ലോ മദ്യം. അയിനു നജസുകളിൽ നിന്നിട്ട് മൊത്തം 2 വസ്തുവേ ശുദ്ധിയാവുകയുള്ളൂ. അത് പറഞ്ഞപ്പോ ആ കൂട്ടത്തിൽ തോലിന്റെ കാര്യവും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ മദ്യം ലഹരിയുള്ളതും അതുപോലെ നീരായതുമായ മദ്യങ്ങളൊക്കെ നജസാണ് എന്ന് പറഞ്ഞതോടുകൂടി അവ സ്വയം സുർക്കയായാൽ ശുദ്ധിയാവും എന്നും പറഞ്ഞു. കൂട്ടത്ത് പറഞ്ഞപ്പോ എന്ത് പറഞ്ഞു? തൊലി ഊറക്കിട്ടാൽ ആ ഊറക്കിട്ടത് ശരിയായിട്ടുണ്ടെങ്കിൽ തോലും ശുദ്ധിയാകും. ഇനി നായ പന്നിയാണ്, അതിനെപ്പറ്റി നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി ശനിയാഴ്ചത്തെ ദർസിൽ ഇന്നിഞ്ഞ് ആരാണ് അവിടെ ഒരു ക്ഷേമൊക്കെ കൊടുത്തിരുന്നു. ഏതായാലും ആട്ടെ സമയം ആളുണ്ട്. കൂട്ടത്തിലൊരു കാര്യം പ്രത്യേക ശ്രദ്ധക്ക് ഉണർത്താനുണ്ട്. അത് എല്ലാരും ശ്രദ്ധിക്കുക. എന്താണ്? ഞാൻ ക്ഷേമം എന്താണെന്ന് നോക്കി കാട്ടെ. കാണുന്നുണ്ട്. ഒരു കറുപ്പേ കാണുന്നുള്ളൂ. എനിക്ക് കാണുന്നുണ്ടായി. ശരി, എന്താണ്? തുടങ്ങിയിട്ടില്ല. സ്റ്റേജൊക്കെ ശരിയാക്കണം പരിപാടിയാണ്. തൊട്ട് കുടുങ്ങിയിട്ടുള്ളത്. അപ്പോ ഒരു കാര്യം എല്ലാവരുടെയും ശ്രദ്ധക്ക്. ഇന്നലെയും മിനിയാന്നുമായി ഏതോ ഒരു മദ്രസ അധ്യാപകനാണെന്നാ തോന്നുന്നത്, ജുമാന്റെ സമയത്ത് ഇമാം ഖത്തീബ് മിമ്പറിൽ പ്രവേശിച്ച് ഇരുന്നതിന് ശേഷം സുന്നത്ത് സ്കരിക്കുന്നതിന്റെ ഒരു മസ്അല ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു ഊറക്കിടൽ വിശദീകരിക്കാൻ സമയമില്ലെങ്കിൽ നാളെ വിശദീകരിക്കാം. ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഉണർത്തൽ അനിവാര്യമായ വിഷയമാണ്. ശ്രദ്ധിച്ചോ? റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ആ ചോദ്യം. അത് ഡിലീറ്റ് ചെയ്യേണ്ടതാണ്. ഇന്നലെയും അതുപോലെ തന്നെ മിനിയാന്നുമാണെന്നാ തോന്നുന്നത് 2 ദിവസങ്ങളിലായിട്ട്. അതായത്
ഖതീബ് മിമ്പറിൽ ഇരുന്നതിന് ശേഷം സുന്നത്ത് നിസ്കാരം ഹറാമാണ്, അന്നല്ല ഫർള് നിസ്കാരം ഉദ്റില്ലാതെ ഖളാ ആയത് വരെ ഹറാമാണ് എന്ന് പറഞ്ഞപ്പോ ഒരാള്, ഒരു മുഅല്ലിമാണോ സംശയമുണ്ട് എനിക്ക്, ആരോ ആട്ടെ, ആരായാലും വേണ്ടിയില്ല, ആരായാലും പഠിക്കാൻ വന്നതാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ സംശയം ഏതോ ഒരു പാഠക്കിതാബില് എന്തുണ്ട് എന്നാ, മുമ്പ് ജുമാന്റെ മുമ്പുള്ള മറ്റേ റവാത്തിബ് സുന്നത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ആ നിയ്യത്തോടു കൂടി 2 റക്അത്ത് നിസ്കരിക്കുകയും ആവാം എന്നുണ്ടല്ലോ എന്ന്. ശ്രദ്ധിച്ചു നിങ്ങളൊക്കെ? അത് 2 പ്രാവശ്യം പറഞ്ഞു. മിന്നാന്ന് പറഞ്ഞതിന്റെ ശേഷം രണ്ടാമത് അദ്ദേഹം വീണ്ടും സംശയം ചോദിച്ചു, ഇന്നലെയും പറഞ്ഞു. പക്ഷേ പുതിയ ചോദ്യം ചോദിക്കൽ നിങ്ങൾ അവിടെ മുണ്ടാതെ നിൽക്കി, ഞാൻ പറഞ്ഞ വിഷയം ഒന്ന് ശരിയാക്കട്ടെ. എന്താണ് ഇതൊന്നും കേൾക്കാത്ത ഓരോരുത്തർ പുതിയത് ഇങ്ങോട്ട് കയറി വരികയാണ്. മിന്നാന്ന് പറഞ്ഞ മസല പറയട്ടോ ആദ്യം, എന്നിട്ട് അത് പറഞ്ഞിട്ട് അതിൽ ചെറിയൊരു ഫാൾട്ട് പറ്റിയിട്ടുണ്ട്. ദീനിന്റെ ഇൽമാണല്ലോ, ദീനിന്റെ ഇൽമിൽ അഭിമാനത്തിന്റെയോ അതല്ലെങ്കിൽ പൊങ്ങച്ചത്തിന്റെയോ ഒരു പ്രശ്നവും ഇല്ല. പിഴവാണെങ്കിൽ പിഴവ് എന്ന് പറയണം, അത് ദീന് ഇൽമിന്റെ അമാനത്താണ്. ലനുബയ്യിനുന്നഹു ലിന്നാസി എന്ന് ഉലമാക്കളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കരാർ ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് അത് വ്യക്തമാക്കണം, അത് നമ്മുടെ കടമയാണ്. അപ്പൊ അന്ന് പറഞ്ഞത് തഹിയ്യത്തിന്റെ കൂടെ എന്ത് കരുതുന്നതിന് കുഴപ്പമില്ല, തഹിയ്യത്ത് നിസ്കരിക്കുക, അത് ആർക്കും തർക്കമില്ല. തഹിയ്യത്ത് നിസ്കാരം അല്ലാത്ത ഫർളോ സുന്നത്തോ ആയ ഏതൊരു നിസ്കാരവും ഖതീബ് മിമ്പറിൽ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ പാടില്ല, ഹറാമാണ്, അഥവാ നിസ്കരിച്ചാൽ അത് സഹീഹുമല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഉണ്ടായ ചോദ്യം എന്താണെന്ന് വെച്ചാല്, ഒരു കിതാബിൽ, ഏതോ ഒരു കിതാബില് തഹിയ്യത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ, തഹിയ്യത്ത് അല്ല എന്ന് കരുതാതെ തന്നെ എന്താണ് റവാത്തിബ് സുന്നത്ത് എന്ന നിലക്ക് 2 റക്അത്ത് നിസ്കരിച്ചുകൂടെ? അതിന് പറഞ്ഞ മറുപടി അങ്ങനെ നിസ്കരിച്ചുകൂടാന്ന. പക്ഷേ അത് ശരിയല്ല, ഞാൻ പറഞ്ഞോടത്താണ് പിഴവ്. ഓക്കെ, എല്ലാവരും മനസ്സിലാക്കുക, അത് ഞാൻ പറഞ്ഞോടത്ത് പിഴവാണ്. കാരണം എന്താന്ന് വെച്ചാൽ രണ്ടാമതും ആ കുട്ടി ഇന്നലെ ചോദിച്ചപ്പോ എനിക്കൊരു സംശയം തോന്നി, എന്തോ ഒരു തകരാറ് അവിടെ ഉണ്ടോ. അങ്ങനെ തുഹഫയും നിഹായയും ഇന്നലെ എടുത്തു നോക്കി. ഇതൊക്കെ എപ്പോഴും ഇങ്ങനെ എടുത്ത് നോക്കുന്നതല്ലല്ലോ, വല്ല ആവശ്യങ്ങളും വന്നെങ്കിൽ നോക്കുക എന്നല്ലാതെ വേറെ എന്തൊക്കെ ഷോലും പണിയില്ല ഇതിന്റെ ഇടയിൽ. അപ്പൊ ഈ സംഗതിയൊക്കെ നടക്കണമെന്നറിയോ. അപ്പൊ അതിന്റെ ഇടക്ക് ഇങ്ങനെ രണ്ടാമതും അദ്ദേഹം ചോദിച്ചപ്പോ ഞാൻ ഇന്നലെ ദർസ് കഴിഞ്ഞതിന് ശേഷം അസ്ർ നിസ്കരിച്ച് വന്നതിന് പിറകെ തുഹഫയും നിഹായയും എടുത്തു നോക്കി. അപ്പൊ അതിൽ തുഹഫയിലും നിഹായയിലും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, മുമ്പത്തെ റവാത്തിബ് നിസ്കരിക്കാത്ത ഒരാളാണ് പള്ളിയിൽ കയറി വന്നത്. അയാൾ മുമ്പത്തെ റവാത്തിബ് ഒന്നും നിസ്കരിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ അറബി നാട്ടിലത്തെ പോലെ ബാങ്ക് കൊടുക്കലും ഖുതുബയും ഒപ്പാണ്. അങ്ങനെയാണെങ്കിൽ ഈ കയറി വന്ന വ്യക്തി തഹിയ്യത്ത് കരുതി നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. തഹിയ്യത്ത് കരുതി നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. ഇനി തഹിയ്യത്ത് കരുതാതെ തന്നെ റവാത്തിബ് സുന്നത്ത് എന്ന നിലക്ക് 2 റക്അത്ത് വേഗം നിസ്കരിക്കുകയാണെങ്കിൽ അതും അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, തഹിയ്യത്ത് പ്രത്യേകം കരുതിയാലും കരുതിയിട്ടില്ലെങ്കിലും പള്ളിയിൽ കയറിയ ഉടനെ 2 റക്അത്ത് നിസ്കരിച്ചാൽ തഹിയ്യത്തിന്റെ അസ്ലു സുന്നത്ത് കിട്ടും. തഹിയ്യത്ത് നിയ്യത്ത് ചെയ്താൽ ശരിക്കും ഒറിജിനൽ സുന്നത്ത് തന്നെ കിട്ടും. നിയ്യത്ത് ചെയ്യാതെ 2 റക്അത്ത് സുന്നത്തോ ഫർളോ ആയ നിസ്കാരം നിസ്കരിച്ചാലും തഹിയ്യത്തിന്റെ അസ്ലു സുന്നത്ത് കിട്ടും. അപ്പൊ ആ നിലക്ക് ജുമാന്റെ തൊട്ടു മുമ്പ് കയറി വന്ന ആള് കയറി വന്നപ്പോക്ക് ഖതീബ് മിമ്പറിൽ കയറി ഇരിക്കൽ കഴിഞ്ഞാണ്. എന്നാൽ അയാളെ സംബന്ധിച്ച് അഫ്ള് തഹിയ്യത്ത് നിയ്യത്ത് ചെയ്തുകൊണ്ട് നിസ്കരിക്കലാണ്. കൂട്ടത്തിൽ റവാത്തിബും കരുതാം. എന്നാൽ ഒരാൾ തഹിയ്യത്ത് കരുതാതെ റവാത്തിബ് സുന്നത്ത് എന്ന് മാത്രം കരുതിക്കൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അതും ജായിസാണ്. കാരണം പേരിന് തഹിയ്യത്ത് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും തഹിയ്യത്തിന്റെ അസ്ലു സുന്നത്ത് കിട്ടും എന്നതുകൊണ്ട് മുമ്പുള്ള റവാത്തിബ് സുന്നത്ത് എന്ന നിയ്യത്തോടുകൂടി 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ സഹിയാണ്. എന്നാൽ 2 റക്അത്തിനേക്കാൾ കൂടുതൽ നിസ്കരിക്കാൻ പാടുള്ളതല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാന്
ഇന്നലെയും മിനിയാന്നും ആ വിഷയത്തിൽ പറഞ്ഞ മറുപടിയിൽ അബദ്ധമുണ്ട്. അത് റെക്കോർഡ് ചെയ്തവരുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതാണ്, അഥവാ ആ മറുപടി ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കേണ്ടതാണ്. യഥാർത്ഥത്തിലുള്ള മറുപടി അവിടെ എന്തും പറ്റുന്ന തഹിയ്യത്ത് കരുതാതെ തന്നെ റവാത്തിബ് സുന്നത്ത് എന്ന് കരുതിക്കൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കലും സഹിയാണ്. മനസ്സിലായോ? റവാത്തിബ് സുന്നത്ത് എന്ന നിയ്യത്തോട് കൂടി തന്നെ 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, സഹിയാണ്. പക്ഷേ അഫ്ള് ഇന്നലത്തേക്ക് ഡിസിയതാണ്, ഇടയ്ക്ക് ഡിസിയതാ, പക്ഷെ പെട്ടെന്ന് കിട്ടി അൽഹംദുലില്ലാ. ഇന്നലെ സിസ്റ്റം തന്നെ ഓഫാക്കി തുറക്കേണ്ടി വന്നിട്ടുണ്ട്, അത് വേണ്ടി വന്നിട്ടില്ല. അപ്പൊ ചോദ്യം, അത് വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആ ചോദിച്ചിരുന്ന ആ കുട്ടി സ്ഥലത്തുണ്ടോന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും റെക്കോർഡ് ചെയ്യുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കുക. അതായത് ജുമാ നടക്കാൻ വേണ്ടിയിട്ട് ഖുതുബക്ക് മിമ്പറിൽ കയറി മിമ്പറിൽ ഇരുന്നതിന് ശേഷം തഹിയ്യത്ത് അല്ലാത്ത എല്ലാ നിസ്കാരവും ഹറാമാണത്. ഉദ്റില്ലാതെ ഖളാ ആയ നിസ്കാരം ഉൾപ്പെടെ ആ സമയത്ത് ഹറാമാണ്. എന്നാൽ ആ സമയത്ത് ഒരാൾ പള്ളിയിൽ കയറി വന്നാൽ തഹിയ്യത്തിന്റെ സുന്നത്ത് 2 റക്അത്ത് വേഗത്തിൽ നിസ്കരിക്കൽ സുന്നത്തുണ്ട്. കൂട്ടത്തിൽ മുമ്പുള്ള റവാത്തിബ് കൂടി കരുതാം എന്നാലും പറ്റും. ഇനി കൂട്ടത്തിലല്ലാതെ ഒരാള് റവാത്തിബ് സുന്നത്തിനെ മാത്രം കരുതിക്കൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചാലും തഹിയ്യത്തിന് അസ്റ് സുന്നത്ത് കിട്ടുന്നത് കൊണ്ട് അങ്ങനെയും ചെയ്യാം. മനസ്സിലായില്ലേ? അങ്ങനെയും ചെയ്യാം. അതിന്റെ കാരണം റവാത്തിബ് സുന്നത്താണ് നിയ്യത്ത് ചെയ്തതെങ്കിലും പള്ളിയിൽ കയറി വന്നവന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക എന്നൊരു മുഅക്കദായ സുന്നത്ത് അസ്റ് സുന്നത്ത് കിട്ടും, ത്വലബ് വീടും എന്നതുകൊണ്ട് തഹിയ്യത്തിനെ കരുതിയിട്ടില്ലെങ്കിലും ഹലാലാണ് എന്ന്. മനസ്സിലായില്ലേ? അയാൾ കേൾക്കുന്നുണ്ടോ നോക്കണം, ഇല്ലെങ്കിൽ അയാളെ ആ വിഷയം അറിയിക്കണം. കാരണം എന്താ വെച്ചാല് ഇതിൽ നമുക്കൊരു അഭിമാന പ്രശ്നമില്ല. അള്ളാന്റെ ദീനാണ്, അള്ളാന്റെ ദീനാണ്. അതിൽ പിഴവ് പറ്റി എന്ന് ബോധ്യപ്പെട്ടാൽ അത് തിരുത്തൽ നമ്മുടെ മേൽ ഫർളായ കടമയാണ്. ലതുബയ്യിനുന്നഹു ലിന്നാസി വലാ തക്തുമൂനഹു. അല്ലാഹു തആല ഖുർആനിൽ ഉലമാവിനോട്, നമ്മുടെ ആലിമീങ്ങളൊന്നുമല്ല, എന്നാലും ഇൽമിന്റെ അഹ്ലുകാരോട് അല്ലാഹു തആല പറഞ്ഞൊരു കരാറാണ്, ഹക്ക് ബയാൻ ചെയ്തു കൊടുക്കണം, മറച്ചു വെക്കാൻ പാടില്ല. ഇത് എന്തില്ല, അഭിമാന പ്രശ്നമൊന്നുമില്ല. അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കുക. ചോദ്യോത്തരങ്ങൾ നമ്മളെ സൈറ്റിൽ ഇടലുണ്ടോ? ദർസ് ഇടലുണ്ട്, അൽഹംദുലില്ലാ. ദർസിൽ സാധാരണ ഫത്വയിൽ മീൻ നടക്കുന്ന ദർസ് സാധാരണ സൈറ്റിൽ ഇടലുണ്ട്. ചോദ്യോത്തരങ്ങൾ ഉണ്ടാവലുണ്ടോ എന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് അത് തിരുത്തു കൊടുക്കേണ്ടതാവുന്നു എന്ന് സുഹൃത്തുക്കളെ ഉണർത്തുകയാണ്. കാരണം അത് പിന്നീട് ആരെങ്കിലും നോക്കുമ്പോൾ അതൊരു കൺഫ്യൂഷൻ ഇടവരുമല്ലോ. അപ്പൊ അങ്ങനെ ചോദ്യോത്തരം സാധാരണ നമ്മളെ സൈറ്റിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ചോദ്യവും ഉത്തരവും അതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യേണ്ടതാണ്. സാധിക്കുമെങ്കിൽ ആ ചോദ്യവും ഉത്തരവും പഴയത് പറഞ്ഞതിൽ ഡിലീറ്റ് ചെയ്യുകയും പുതിയത് ചേർത്ത് കൊടുക്കുകയും ചെയ്യേണ്ടതാവുന്നു. ഇൽമിന്റെ അമാനത്ത് എന്ന നിലക്ക് അതിൽ നമുക്കൊരു അഭിമാന പ്രശ്നമില്ല. ഹക്ക് ബോധ്യപ്പെട്ടാൽ മനസ്സിലാക്കാം. കാരണം ഇന്നലെ അതിനായിട്ട് നിഹായയും ത്വഹഫയും രണ്ടും നോക്കി സംഗതി സാങ്കേതികമായ പ്രശ്നങ്ങളൊന്നുമില്ല, എങ്കിൽ പോലും അങ്ങനെയും അനുവദനീയമാണ് എന്ന് ഉലമാവ് പറയുമ്പം അത് പറ്റൂല എന്ന് നമുക്ക് പറയാൻ പാടില്ലല്ലോ. അപ്പോ കൂട്ടത്തിലായ, പക്ഷെ അവിടെ പ്രത്യേകം പറഞ്ഞാൽ അഫ്ള് രണ്ടുകൂടി കരുതലാണ്. ഇത് തഹിയ്യത്ത് കരുതിയിട്ട് എന്താക്കുക, ഈ റവാത്തിബ് നിസ്കരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഞാൻ കരുതാത്ത റവാത്തിബ് സ്വന്തം കരുതിയാലും ജായിസാണ്. ഓക്കെ, ഇനി സമയമുള്ളിടത്തോളം പരിപാടി ലൈവിന് സമയമായാൽ ഉടനെ നിർത്തും. അതുവരെയുള്ള ചോദ്യോത്തരമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഉണർത്തുന്നു. മൈക്കോട്ട്.